ചാനൽ കാണാൻ TV റീചാർജ് ചെയ്തു കൊടുക്കാൻ വൈകിയതിൽ പിണങ്ങി 4ാം ക്ലാസ്സുകാരൻ ആത്മഹത്യ ചെയ്തു. കഴിഞ്ഞ വർഷം ഓഗസ്റ്റിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഒരു വാർത്തയാണ് ഇത്. ഒരു പക്ഷേ നമ്മളിൽ ഭൂരിപക്ഷവും മറന്നുപോയ വാർത്ത. അല്ലെങ്കിൽ തന്നെ ദിവസം പ്രതി വന്നു പെരുകുന്ന 100,000 വാർത്തകളിൽ എത്രയെണ്ണമാണ് നമുക്ക് ഓർത്തിരിക്കാൻ കഴിയുന്നത് അല്ലേ? അതെന്തായാലും ഒരു കാര്യം സത്യമാണ്. നമ്മുടെ കുട്ടികളെ ഇന്ന് കാർട്ടൂണുകൾ വല്ലാത്ത അടിമത്തത്തിലാക്കിയിരിക്കുന്നു. ടിവിയും ഇന്റർനെറ്റും മൊബൈലും വ്യാപകമായതോടെ പുതിയ രൂപത്തിലും ഭാവത്തിലും പുതിയ ഉള്ളടക്കത്തിലും കാർട്ടൂണുകൾ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി. അടുത്തപടി ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലും മൊബൈൽ ആപ്ലിക്കേഷനുകളും വഴിയാണ് ഇന്ന് കാർട്ടൂണുകൾ നമ്മുടെ കുട്ടികളിലേക്ക് കൂടുതലായി കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ഉദാഹരണത്തിന് നെറ്റ്ഫ്ലിക്സ്. കാർട്ടൂണല്ലേ, നിരുപദ്രവകാരിയല്ലേ എന്ന മട്ടിലാണ് മക്കളുടെ കാർട്ടൂൺ കാഴ്ചയെ പല മാതാപിതാക്കളും വിലയിരുത്തുന്നതും. പക്ഷേ അത്ര നിരുപദ്രവകാരിയാണോ ഇന്നത്തെ കാർട്ടൂണുകൾ? ഒരിക്കലുമല്ല. നെറ്റ്ഫ്ലിക്സിലുള്ള പല കാർട്ടൂണുകളും സ്വവർഗ ബന്ധത്തെ പ്രോത്സാഹിപ്പിക്കുന്ന വിധത്തിലുള്ളവയാണ്. ദ ഡ്രാഗൺ പ്രിൻസ്, ഷീറ ആൻഡ് ദ പ്രിൻസസസ് ഓഫ് പവർ എന്നിവയെ ഇവിടെ പ്രത്യേകം പരാമർശിക്കേണ്ടതുണ്ട്. 2024 പുറത്തു വന്ന ദ ഡ്രാഗൺ പ്രിൻസ് 2 രാജ്ഞിമാർ തമ്മിലുള്ള വിവാഹത്തെയാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. ക്വീർ ലവ് ബന്ധങ്ങളും LGBTQ ബന്ധങ്ങളും കൊണ്ട് നിറയപ്പെട്ടിരിക്കുന്നവയാണ് ഷീറ, ദ പ്രിൻസസസ് ഓഫ് പവർ എന്നീ സീരീസുകൾ. 2020-2023 കാലത്തു വന്ന ദി ഔൾ ഹൗസ്, കിപ്പോ ആൻഡ് ഏജ് ഓഫ് വണ്ടർ ബീസ്റ്റ്, സ്കോട്ട് പിൽഗ്രിം ടേക്സ് ഓഫ്, പ്രിൻസസസ് പവർ എന്നിങ്ങനെ നെറ്റ്ഫ്ലിക്സിലുള്ള ആനിമേഷൻ ചിത്രങ്ങളെല്ലാം സ്വവർഗ ബന്ധങ്ങൾക്കും സ്വവർഗ വിവാഹങ്ങൾക്കും പ്രോത്സാഹനം നൽകുന്നവയാണ്. നെറ്റ്ഫ്ലിക്സിന്റെ തന്നെ കുട്ടികളുടെ ഷോയായ കൊക്കോമെലൻ ലെയിനിൽ കാണുന്നത് തന്റെ ഗേ മാതാപിതാക്കൾക്ക് വേണ്ടി രാജകുമാരിയുടെ വേഷം ധരിച്ച ഒരു ആൺകുട്ടിയെയാണ്. ലെസ്ബിയൻ, ഗേ, ബൈസെക്ഷുവൽ, ട്രാൻസ്ജെൻഡർ കഥാപാത്രങ്ങൾ വിവിധ ആനിമേറ്റഡ് പരമ്പരകളിലും സിനിമകളിലും സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമുകളിലുമായി പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നു. മിക്കി മൗസും ഡൊണാൾഡ് ഡക്കും പോലെ പൊട്ടിച്ചിരി ഉണർത്തിയിരുന്ന വാൾട്ട് ഡിസ്നി കാർട്ടൂണുകൾ പോലും പുതിയ കാലത്തെത്തുമ്പോൾ അവയുടെ ഉള്ളടക്കത്തിലും കഥാപാത്ര സവിശേഷതകളിലും അമ്പേ മാറിയിരിക്കുന്നതും ഞെട്ടിക്കുന്നതാണ്. LGBT വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നവയായി ഡിസ്നി സിനിമകളും ഷോകളും മാറിയിരിക്കുന്നു. ജൂണോ, ലൂക്ക, സോൾ തുടങ്ങിയ സിനിമകളും പ്രൈഡ് എന്ന ഷോയും ഈ ഗണത്തിൽ പെടുത്താം. 2022 നവംബർ 23 പുറത്തിറങ്ങിയ സ്ട്രേഞ്ച് വേൾഡിൽ ആനിമേറ്റഡ് കഥാപാത്രമായ ഏതൻ ക്ലേഡ് ഡിസ്നിയുടെ ആദ്യത്തെ ഗേ കഥാപാത്രമായിരുന്നു. സ്പൈഡർമാൻ മുതിർന്നവർക്കും കുട്ടികൾക്കും ഒരുപോലെ ഇഷ്ടപ്പെട്ട കഥാപാത്രമാണ്. ഹെട്രോസെക്ഷൽ കഥാപാത്രമായിട്ടാണ് ഇതുവരെ നമ്മൾ സ്പൈഡർമാനെ കണ്ടിട്ടുള്ളതും. എന്നാൽ ഇനി വരാൻ പോകുന്ന സ്പൈഡർമാനെ ഗേയായി അവതരിപ്പിക്കാൻ ചർച്ചകൾ നടന്നു വരുന്നതായാണ് സൂചനകൾ. മുഖ്യധാര മാധ്യമങ്ങളിൽ ഏറെ പ്രചാരം ലഭിച്ച ഒരു കാർട്ടൂൺ കഥാപാത്രമായിരുന്നു മാർവൽ കോമിക്സ് അവതരിപ്പിച്ച നോർത്ത് സ്റ്റാർ. പക്ഷേ ആദ്യത്തെ സ്വവർഗ അനുരാഗിയായ കോമിക് കഥാപാത്രമായിരുന്നു നോർത്ത് സ്റ്റാർ. ഇങ്ങനെ എണ്ണമറ്റ കഥാപാത്രങ്ങൾ നമ്മുടെ കുട്ടികളുടെ ലൈംഗിക ബോധത്തെ ദോഷകരമായി സ്വാധീനിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. ഇത്തരം ആനിമേഷൻസ് കണ്ടുവളരുന്ന കുട്ടികൾ സ്വാഭാവികമായ ജീവിത രീതിയായിട്ടാണ് ഇത്തരം ബന്ധങ്ങളെ വിലയിരുത്തുന്നത്. അസ്വാഭാവികമായ ജീവിത രീതിയായി അവർക്കത് ഒരിക്കലും അനുഭവപ്പെടുന്നില്ല. കൃത്യമായ ലൈംഗിക ബോധമോ ലൈംഗിക ആഭിമുഖ്യമോ രൂപപ്പെടുന്നതിന് മുൻപ് തന്നെ സ്വവർഗ ബന്ധങ്ങളെ നോർമലൈസ് ചെയ്തുകൊണ്ടും മഹത്വപ്പെടുത്തിക്കൊണ്ടുമുള്ള കാർട്ടൂണുകൾ കാണുന്നത് അവരുടെ ലൈംഗിക ജീവിതത്തെയും ജീവിത മനോഭാവത്തെയും പ്രതികൂലമായി ബാധിക്കുകയും സ്വാഭാവികമായ ജീവിത രീതിയിൽ നിന്ന് അവർ പിന്തള്ളപ്പെട്ടു പോകുകയും ചെയ്യും. ധാർമ്മികമായ അപഭ്രംശത്തിനും മൂല്യച്യുതിക്കും ഇടവരുത്തുകയും ചെയ്യും. മാതാപിതാക്കളെ, നമ്മുടെ മക്കൾ പല തരത്തിലും പല വിധത്തിലും നമുക്ക് നഷ്ടമായി കൊണ്ടിരിക്കുകയാണ്. മക്കളെ കണ്ണിലെ കൃഷ്ണമണി പോലെ കരുതേണ്ട കാലമാണിത്. സമയമാകും മുൻപ് നിങ്ങൾ പ്രേമത്തെ തട്ടി ഉണർത്തരുതേ, ഇളക്കി വിടരുതേ എന്ന് ഉത്തമഗീതത്തിൽ പറയുന്നുണ്ട്.
അതെ, അതുതന്നെയാണ് പ്രധാനം. ശരിയും തെറ്റും ഏതാണെന്ന് തിരിച്ചറിയുന്നതിനു മുൻപ് തന്നെ കുഞ്ഞുമക്കളെ തെറ്റിലേക്ക് വഴിതിരിച്ചു വിടാൻ, അവരുടെ കാഴ്ചയോ കേൾവിയോ കാരണമാകാതിരിക്കാൻ, സൗഹൃദങ്ങളും വിനോദങ്ങളും കാരണമാകാതിരിക്കാൻ നാം കൂടുതൽ കണ്ണും കാതും തുറന്നു പിടിക്കുകയും മക്കളുടെ ഓരോ ചലനങ്ങളെയും വിവേകത്തോടെ വീക്ഷിക്കുകയും ചെയ്യേണ്ടതുണ്ട്. അവർ ആസ്വദിക്കുന്നത് എന്ത്, അവരുടെ താല്പര്യങ്ങൾ എന്തു കാണുന്നതിലാണ് എന്നീ കാര്യങ്ങളിൽ മാതാപിതാക്കൾ അറിവ് പുലർത്തേണ്ടതുണ്ട്. തമാശയ്ക്കും നേരം പോക്കിനും മാത്രമുള്ളതല്ല ഇപ്പോഴത്തെ കാർട്ടൂണുകൾ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് കാർട്ടൂണുകളെ സൂക്ഷിക്കുക, മക്കളെയും.